നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രൂശിന്റെ വചനം ഭാഗം 8 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 9 ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വഴിതെറ്റിക്കുന്ന ഇടയന്മാർ എന്ന വിഷയത്തെ കുറിച്ചായിരുന്നല്ലോ. വഴിതെറ്റിക്കുന്ന ഇടയന്മാരിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 22-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പൗലോസ് അരയോപക മധ്യം നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാര് നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തഡോക്സ് യാക്കോബായ അവരൊക്കെയും അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ജൽപ്പനമുള്ള വിശ്വാസവും അതുപോലെ തന്നെ രണ്ടാമത് അവരുണ്ടാകുന്നത് പ്രതിമകളെ വെച്ചുള്ള ആരാധന. കാത്തോലിക്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പ്രതിമകളെ വെച്ച് ആരാധിക്കുന്നുവെങ്കിലും അവർക്ക് അതിഭക്തി വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു ബലിപീഠമുണ്ട് എന്ന് അവിടെ കാണുന്നു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അല്ലെ, അവര് അറിയാതെ പൂജിക്കുകയാണ്. അപ്പോ കത്തോലിക്ക മുതൽ അതായത് ഓർത്തഡോക്സ്, അതുപോലെ തന്നെ റീത്ത്, അതുപോലെ തന്നെ മർത്തോമ, അതുപോലെ തന്നെ ബെന്തിക്കോസ് ഒക്കെ 3 ദൈവങ്ങളെ ആരാധിക്കുന്ന. ഇപ്പോ ബെന്തിക്കോസുകാര് കഴിഞ്ഞ ദിവസങ്ങളില് ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാൾ ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 25-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് തെറ്റാണ് എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അവരതിനെ എടുത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രിസ്മസ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും അതിനെ വിമർശിച്ചു. അവരുടെ സഭയിലേക്ക് ആള് വരുവാനുള്ള അവരുടെ ട്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എത്രയെല്ലാം അറിവില്ലായ്മകളാണ് ഇടയന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം തെറ്റുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ. പ്രധാനമായിട്ടും കത്തോലിക്ക് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പൂജാസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവര് ഒരു ബലിപീഠം, അല്ലെ, ബലിപീഠം എന്ന് പറയുമ്പോൾ കാത്തലിക്സിനാണെങ്കിൽ ബലിപീഠം, അതുപോലെ തന്നെ ഓർത്തഡോക്സിനാണെങ്കിൽ മദ്ബഹായ അല്ലെ ത്രോണോസ് എന്ന് പറയുന്ന വാക്കുകൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. അച്ഛൻ നിന്ന് കുർബാന ചൊല്ലുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ ആ മേശയ്ക്ക് പറയുന്ന പേര് ത്രോണോസ് എന്ന് പറയുന്ന മേശയിൽ നിന്നുകൊണ്ടാണ് അവര് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊന്നും ദൈവവചനവുമായി യാതൊരു ബന്ധവുമുള്ള ആരാധനകളെ അല്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, അല്ലാതെ ജൽപ്പനം ചെയ്യുകയല്ല വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്യാണ്? അറിയാതെ, കാരണം ഒരു ഇടയൻ പറയുന്നത് ചൊല്ലി ചൊല്ലി അവരും കേൾക്കുകയാണ്. അതുപോലെ തന്നെ ബന്ധുക്കോസുകാരാണെങ്കിൽ ഒരിടയൻ പറയുന്നത് കേൾക്കുകയാണ്. ദൈവവചനത്തിൽ എന്ത് വളച്ച് പൊളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഇടയൻ പറയുന്നതാണ് ശരിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഇടയനെ പറ്റി എന്ത് പറഞ്ഞാലും, ഇടയൻ തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും അവര് ഭയങ്കരമായിട്ട് അവര് എതിർക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മളെ ഉദാഹരണത്തിന് അനീഷ് കാവാലം പാസ്റ്ററൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ തെറ്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടുതലെടുത്ത് ഇടപെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പറയും, അയ്യോ അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം തെറ്റൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തെറ്റ് പറഞ്ഞാലും അത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഓർത്തഡോക്സ്, കത്തോലിക്ക മുതൽ ഓർത്തഡോക്സ്, അതുപോലെ തന്നെ മർത്തോമ, അതുപോലെ തന്നെ യാക്കോബ, ഇതൊക്കെയും അതുപോലെയൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതില് ഇടയൻ എന്ത് പറയുന്നു അതനുസരിച്ച് അവർ കടന്നു പോകുന്നു. അവർ വിചാരിക്കുന്നു അവർ പൂജിക്കുന്നതാണ് ശരി എന്നുകൊണ്ട് അവർ ദൈവവചനത്തിലേക്ക് നോക്കുന്നതേയില്ല. പ്രധാനമായിട്ടും അവർക്കുള്ളത് എന്താണ്? വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, അല്ലെ. വിശുദ്ധന്മാരെ അവര് ദൈവമായിട്ട് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ മധ്യസ്ഥത അണയ്ക്കുന്നേ ഉള്ളൂ. അപ്പൊ ഏക മധ്യസ്ഥനെ നമുക്കുള്ളൂ എന്ന് ദൈവവചനം പറയുമ്പോ അവർക്ക് കോടാനുകോടി മധ്യസ്ഥന്മാരാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്, അല്ലെ.
കോടാനുകോടി മധ്യസ്ഥന്മാർ, അതായത് ഗീവർഗീസ് പുണ്യവാളൻ, അതുപോലെ തന്നെ ആ മറിയം, എന്ന് പറയുന്നത് നമ്മുടെ കന്യ മറിയം. കന്യകയാണോ മറിയാം? മറിയം ഒരിക്കലും ഒരു കന്യകയല്ല. കന്യക എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് ജനിക്കുമ്പോൾ കന്യകയായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് കന്യകയായിരുന്നു. അതിനുശേഷം സഹോദരങ്ങൾ ഉണ്ടായി. കാരണം യേശു ക്രിസ്തുവിന് സഹോദരങ്ങൾ ഉണ്ട് എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട്, അത് എന്താ പറയുക, അതിനെ മറച്ചു വെച്ചുകൊണ്ട് കന്യകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭ ശരിക്കും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നു ഞങ്ങൾ മധ്യസ്ഥ വയ്ക്കുകയാണ്. പക്ഷെ അവർ ആരാധിക്കുകയാണ്, അവർ ദൈവമായിട്ട് തന്നെയാണ് കാണുന്നതും. കന്യാമറിയം എന്ന് പറയുന്ന ദൈവത്തിന്റെ അമ്മയാകുവാൻ ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ കൃപ ലഭിച്ചവൾ, അവളുടെ മറിയത്തെ കുറിച്ച്. അപ്പൊ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ കന്യാമറിയം എന്ന് പറയുന്ന ഇവർ വിശ്വസിക്കുന്ന മറിയം, അല്ലെങ്കിൽ അവർ അവിടെ ഉണ്ടായിരുന്നു, ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഒരു നല്ല ഭക്തയായ സ്ത്രീയാണ്, ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. പക്ഷേ എങ്കിലും അവരെന്താണ്, അവരും കർത്താവിന്റെ മകളാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം എന്താണ്, അവരും ആ ഒരു ബെന്തിക്കോസ് നാളിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇടയ്ക്ക് കർത്താവ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നിന്റെ അമ്മയും സഹോദരന്മാരും വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ വചനം അനുസരിക്കുന്നവരാണ് എന്റെ മാതാപിതാക്കൾ എന്ന് കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ വചനം അനുസരിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. സഹോദരന്മാരൊന്നും അവനെ അംഗീകരിച്ചില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? സഹോദരങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതായത് വളർത്ത പിതാവായ ഔസേപ്പ് പിതാവിനുണ്ടായ മക്കൾ എന്ന് പറയുമ്പോൾ, ആ ഔസേപ്പ് പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വളർത്തു പിതാവാണ്. യേശു ക്രിസ്തുവിനെ വളർത്തിയ പിതാവ് എന്നുള്ള രീതിയിലാണ്. മറിയമാണെങ്കിൽ ഒരു വളർത്ത പിതാവ്, അതായത് ഭൂമിയിൽ എന്താണ് യേശു ക്രിസ്തുവിനെ വഹിക്കുവാനായി, കുഞ്ഞായി യേശു ക്രിസ്തുവിനെ വഹിക്കുവാൻ ഒരു ഭാഗ്യം ലഭിച്ച സ്ത്രീയായിരുന്നു. അപ്പോ അവര് എന്ത് ചെയ്തേക്കാണ്, ദൈവമാക്കിയിരിക്കുകയാണ്. നമ്മള് ദൈവവചനം പഠിക്കുമ്പോൾ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നു എന്താണ്, മറിയം ഉയർത്തപ്പെട്ടു, അല്ലെ? മറിയം ഇപ്പൊ സ്വർഗത്തിലിരിക്കുകയാണ്. ഇല്ല, അതൊക്കെ വളരെ തെറ്റായ ഒരു വലിയ ഒരു പ്രശ്നമായ ഒരു കാര്യമാണ്. ഇപ്പൊ മരിച്ചുപോയ വിശുദ്ധന്മാർ പ്രാർത്ഥന കേട്ട് ദൈവത്തോട് അപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു, മറുപടി തരുമെന്നൊക്കെയാണ് ഇടയന്മാര് പഠിപ്പിക്കുന്നത്, അല്ലെ? ഓർത്തഡോക്സിലെ പല അച്ഛന്മാരുടെയും തിരുമേനിമാരുടെയും ഒക്കെ എഴുത്തുകളും പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം എന്താണ്, ഇത് തന്നെയാണ് അവിടെ കാണുന്നത്. അവര് എന്ത് ചെയ്യുന്നു, എന്താ പറയാ, അവർക്ക് മധ്യസ്ഥത അണയ്ക്കുന്നു, അവർ അപേക്ഷ സ്വീകരിക്കുന്നു, അവർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏക മധ്യസ്ഥനേ ഉള്ളൂ. ഏക മധ്യസ്ഥൻ കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് ദൈവവചനം പറഞ്ഞു പഠിപ്പിച്ചിട്ടും അതിനെ തിരസ്കരിക്കുന്ന ഒരു ഇടയന്മാരാണ് ഇന്ന് നമ്മൾ കാണുന്ന കത്തോലിക്ക മുതൽ ബെന്തിക്കോസ് വരെയുള്ള ഇടയന്മാരെന്ന് പറയുന്നത്. അപ്പം ഇവരെയൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളിലേക്കൊക്കെ നമ്മൾ കിടന്നു ചെല്ലുമ്പോൾ അവർക്കെല്ലാം പ്രത്യേക ഡ്രസ് കോഡുണ്ട്. ബെന്തിക്കോസുകാർക്ക് പിന്നെ ഡ്രസ് കോഡ് ഇല്ലാത്തത് കൊണ്ട് ആരും അവരെ അംഗീകരിക്കുന്നില്ല. കാരണം അവരെ അംഗീകരിക്കുന്നില്ല, അവര് പാളയത്തിന്റെ പുറത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഭാഗമായിട്ട് അവര് ഒരു സൈഡിൽ നിൽക്കുന്നു, അല്ലെ? അവരെ പറ്റി എന്തൊക്കെയോ എന്താ പറയാ, അവർ ഇതിനകത്ത് ഇല്ലാത്തവരാണ്. ഡ്രസ് കോഡ് ഉള്ളത് കൊണ്ട് ആരെ, കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള, അല്ലെങ്കിൽ ഇവാഞ്ചലിക് പോലെയുള്ള സഭകളൊക്കെ ആണെങ്കിൽ അവർക്കും ഡ്രസ് കോഡുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചപ്പോ ഇവാഞ്ചലിക്കൽ എന്ന് പറയുന്ന സഭകളുണ്ട്. അപ്പൊ ഇവാഞ്ചലിക്കൽ സഭ ആരോ അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ്. മർത്തോമ വരെയുള്ള സഭകളാണ് അംഗീകരിക്കപ്പെട്ട സഭയെന്ന് ആരോ ഒരാളിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം ഇങ്ങനെ ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട സഭയാണെന്ന് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന സഭയെ നോക്കിയിട്ട് പറയും ഇതെല്ലാം അംഗീകരിക്കപ്പെട്ട സഭകളാണ്. ഏത് അർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ദൈവവചനവുമായി ഇവയ്ക്കൊന്നും യാതൊരു
ബന്ധവുമില്ല. ദൈവവചനത്തിലെ കൽപ്പനകളെല്ലാം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സഭകൾ മാത്രമാണിവ. ഇവയെല്ലാം എന്താണ്? ഒരു ഇടയന്റെ കീഴിൽ ആ ഇടയൻ പറയുന്നത് കേട്ട് ഇങ്ങനെ നീങ്ങുന്ന കുറേ സഭകൾ മാത്രമാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പം മരിച്ചവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മരിച്ചു പോയവർ വിശുദ്ധന്മാരല്ലെങ്കിൽ, കാരണം ദൈവത്തിനോട് ചേർന്നിരുന്ന വ്യക്തികളല്ലെങ്കിൽ, അപ്പൊ എന്താ പറയാ, ഉദാഹരണത്തിന് ദൈവത്തോട് ചേർന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും, അല്ലെ? അങ്ങനെ പ്രഖ്യാപിച്ച ശേഷം അവരോട് പ്രാർത്ഥിക്കും. ഒരു സാധാരണ വ്യക്തി, ഒരു പ്രാർത്ഥനക്കാരൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ മേളിലോട്ട് കയറ്റാൻ, എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കയറ്റുവാനുള്ള പ്രാർത്ഥനകൾ നടത്തും. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ഉണ്ട്, അല്ലെ? മരിച്ചു കഴിഞ്ഞ് 40 ആചരിക്കുക, ഒരാണ്ട് ആചരിക്കുക, ധൂപം വയ്ക്കുക, ഇതൊക്കെയും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല. ധൂപക്കുറ്റിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണ്, ഭൂമിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുഖാന്തരം ദൈവം എന്ത് ചെയ്യുന്നു? അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, ഇന്ന് നടത്തുന്നുമുണ്ട്. അന്ന് അവർ പലരും മരിച്ചു. പക്ഷെ അവർ ജീവിച്ചിരുന്ന കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതങ്ങളൊക്കെ നടത്തിയായിരുന്നു. ഇപ്പം ഏലിയാവിനെ നോക്കുകയാണെങ്കിൽ, ഏലീശയെ നോക്കുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലനെ നോക്കുകയാണെങ്കിൽ എത്രയോ അത്ഭുതങ്ങൾ നടന്നു. പക്ഷെ അവരെയൊക്കെ എന്താണ്, വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്താ അതിനകത്ത് വരുന്ന പ്രശ്നം? എന്താ? കാരണം അവരൊക്കെ ഈ മരിച്ച് മൺമറിഞ്ഞ് മൗനതയിൽ ഇറങ്ങിയവരാണ്. ദൈവത്തിന്റെ കാഹളനാദം കേൾക്കുമ്പോഴേ അവരുടെ ആത്മാക്കൾ എഴുന്നേൽക്കുകയുള്ളൂ. അപ്പൊ അവർ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ തെറ്റായ പഠിപ്പീരാണ്. അപ്പൊ ഇടയന്മാർ അവിടെ തെറ്റിക്കുകയല്ലേ? വചനം തെറ്റിക്കുകയാണ്. കർത്താവിന്റെ കാഹളം നാദത്തിലെ ഈ ആത്മാക്കളൊക്കെയും എഴുന്നേറ്റ് വരികയുള്ളൂ. അവർ കർത്താവ് വിളിക്കുമ്പോഴേ അവർ വരികയുള്ളൂ. അപ്പോ അവരെപ്പോഴും സ്വർഗത്തിലുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവർ കൊണ്ടുപോയി പ്രാർത്ഥന കൊണ്ട് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം കത്തോലിക്ക മുതൽ മർത്തോമ വരെയുള്ള വിശ്വാസികളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു പ്രവണത. അവരിങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താ? അവരുടെ ഇടയന്മാർ അവരെ അങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു വിശുദ്ധൻ മരിക്കുന്നു, ഭൂമിയിൽ തനിക്ക് ചെയ്യാൻ ദൈവം ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളും തീർന്ന് കഴിയുമ്പോഴാണ് മരണാന്തരം അവരുടെ ആത്മാക്കൾ എന്ത് ചെയ്യുന്നു? സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. അവിടെ അവർക്ക് വിശ്രമമാണ്. അവർക്ക് വേണ്ടി അവർ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവർ മരിച്ച് മൗനതയിൽ ഇറങ്ങിയവരാണ്. പിന്നെ അവർ പ്രാർത്ഥിക്കത്തില്ല. അവരുടെ ആത്മാക്കളെ കർത്താവ് എന്ത് ചെയ്യാണ്? വിശ്രമിപ്പിച്ചിരിക്കുകയാണ്. ഇനി അവര് എന്ത് ചെയ്യത്തില്ല? അവരിനി സംസാരിക്കത്തില്ല. അവർ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? വളരെ വ്യക്തമായിട്ട് ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ദാനിയേൽ ഒരു വിശുദ്ധനാണ്, പഴയ നിയമത്തിലെ ഒരു വിശുദ്ധനാണ്. 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാല അവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. അപ്പൊ എന്താണ് എഴുന്നേറ്റ് വരുമെന്നാണ് പറയുന്നത്? കാല അവസാനത്തിൽ. അപ്പൊ കാല അവസാനത്തിൽ എന്ത് ചെയ്യുന്നു? ഓഹരി ലഭിക്കുവാനായിട്ട് എഴുന്നേറ്റ് വരും. ദാനിയേല് മരിച്ചു, അടക്കപ്പെട്ടു. ദാനിയേലിനോട് കർത്താവ് പറയുകയാണ്, നീയോ അവസാനം വരുവോളം പോയിക്കൂടുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. അപ്പൊ അവർ വിശ്രമിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇവരുടെ എഴുത്തുകളെല്ലാം തെറ്റല്ലേ? ഇവർ എഴുതി പഠിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഓർത്തഡോക്സ് കത്തോലിക്കമല്ല ഇടയന്മാർ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ വിശുദ്ധന്മാർ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രാർത്ഥന കേട്ടിട്ട് കർത്താവിന്റെ സന്നിധിയിൽ എത്തിക്കും. അതെങ്ങനെ നടക്കും? ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇവിടെ കേൾക്കുകയാണ്. ദാനിയേലിനോട് പറയുകയാണ്,
ദാനിയേൽ അന്നത്തെ ഏറ്റവും വലിയ ഭക്തനായ മനുഷ്യൻ, ജ്ഞാനിയായ മനുഷ്യൻ, ദൈവം കൊടുത്ത ജ്ഞാനം കൊണ്ട് ഇസ്രായേൽ ജനത്തിനെ, കാരണം ബാബേൽ സാമ്രാജ്യത്തിൽ നിന്നും അവരെ, അല്ലെങ്കിൽ അവിടുന്ന് എവിടേക്ക്, യഹൂദയിലേക്ക് കൊണ്ടുവരാൻ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തിനെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? നീയോ അവസാനം വരുവോളം പോയിക്കൊടുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ആ പ്രാർത്ഥനയൊന്നും ദാനിയേലോ ആരും കേൾക്കുന്നില്ല. അപ്പൊ പിന്നെ ഗീവറീസ് പുണ്യവാളൻ കേൾക്കുമെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ കന്യാമറിയം കേൾക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും, അതുപോലെ തന്നെ മറ്റേ പരിമേല തിരുമേനി പറഞ്ഞെന്ന് പറഞ്ഞാലും അവരാരും കേൾക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരുവനേ ഉള്ളൂ. അവന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കിടന്നു ചെല്ലാം. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. അവന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അവൻ ഏക സത്യ ദൈവമാണ്. ആ ഏക സത്യ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കണം. അല്ലാതെ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന ഈ പറയുന്ന ഇടയന്മാർ നിങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു. അതായത് പറുദീസയിൽ എത്തിച്ചേർന്ന ലാസറിന് ധനവാന്റെ വീട്ടിലേക്ക് അയക്കാനുള്ള, അതെ, ധനവാന്റെ വീട്ടിലേക്ക് നമ്മൾ കാണുമ്പോ ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ധനവാന്റെ ലാസറിന്റെ കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന എന്താ? ധനവാന്റെ ലാസറിന്റെ കഥ പറയുമ്പോ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലിരിക്കുന്നു. അത് കർത്താവ് ഒരു സ്റ്റോറി പറഞ്ഞതാണ്. ആ സ്റ്റോറിയെ പിടിച്ചുകൊണ്ടാണ് പല ആളുകളും ഇന്ന് എന്ത് ചെയ്യുന്നു, എന്താണെന്ന് അബ്രഹാം വ്യക്തമാക്കി. അതായത് അവിടെ മോശയും പ്രവാചകന്മാർ അല്ലെ, നമ്മള് പ്രധാനമായിട്ടും ചിന്തിക്കുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മള് ആത്മാക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ആത്മാക്കളൊക്കെ, അതായത് ശൗമേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ആത്മാക്കളോടൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് അല്ലെ. ശൗമേലിന്റെ അതേ ശബ്ദത്തിൽ രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് ഒരിക്കൽ ഇസ്രായേൽ രാജാവായ ശൗലിന് ഒരബദ്ധം സംഭവിച്ചു. വെളിച്ചപ്പാടത്തിക്കാരുടെ അടുക്കൽ വിവരമറിയുവാൻ ചെന്ന ശൗല് മരിച്ചുപോയ ശൗമേലിനോട് സംസാരിക്കുവാൻ പ്രവാചകനെ വരുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടു. വെളിച്ചപ്പാടത്തിക്കാരെത്തി പരിശ്രമിച്ചാൽ ശൗമേൽ പ്രവാചകൻ വരുമോ? മാന്ത്രിക ശക്തി കൊണ്ട് ഒരു വിശുദ്ധന്റെ ആത്മാവിനെ കൊണ്ടുവരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വെളിച്ചപ്പാടത്തിക്കാരുടെ അടുക്കൽ എത്തുന്നത് എന്താണ്? ഭൂതശക്തികളാണ്. ഭൂതശക്തികൾക്ക് മന്ത്രവാദികളുടെ കൂടെ കളിപ്പിച്ചുകൊണ്ട് ആരുടെ രൂപത്തിലും ആരായും അഭിനയിച്ചു വരുവാൻ കഴിയും. അപ്പൊ നമ്മൾ വായിക്കുമ്പോ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, സ്വർഗത്തിൽ പിശാചിന് നിൽക്കുവാൻ അനുവാദമുണ്ട്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യം. ശൗലിനെതിരായുള്ള ന്യായവിധി ദൈവിക പ്രഖ്യാപനം കേട്ട സാത്താൻ അത് അവന്റെ പ്രവചനമായി ഭൂമിയിൽ തട്ടിവിട്ടു. പ്രവചനം എന്താണ്? അതുപോലെ സംഭവിച്ചു. ഇതുപോലെ മരിച്ചുപോയ പല വിശുദ്ധന്മാരോടും പ്രാർത്ഥിക്കുന്ന പലർക്കും ലഭിക്കുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താൻ അവരുടെ നാമത്തിൽ എന്ത് ചെയ്യുന്നതാണ്? ഇറക്കുമതി ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ ഈ സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്താണ്? നിങ്ങളെ പലതരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പം ഇപ്പൊ ഗീവർഗീസ് പുണ്യവാളനോട്, ഇപ്പൊ എന്റെ പേര് അത് തന്നെയാണ്. അപ്പം ആ ഗീവർഗീസ് പുണ്യവാളനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാണ്. കാരണം അങ്ങനെ ഒരു വ്യക്തിയോ അങ്ങനെ ഒരു വ്യക്തിത്വമോ ഇന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പൊ സ്വർഗത്തിലുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തന്നെ, അത് ഉണ്ടാക്കിയെടുത്തെന്ന് ചിലർ പറയുന്നു. ഉണ്ടെങ്കിൽ തന്നെയും, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവവചനത്തിൽ അങ്ങനെയൊരു
എന്താ പറയുക, മരിച്ചുപോയ ഒരാൾ വന്ന നമ്മുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാൾ പ്രാർത്ഥന കേൾക്കും, അയാൾ വിശുദ്ധനാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന് പറയുന്നത് അതൊരു വൻ ചതി മാത്രമാണ്. അതിനകത്ത് വെറും ചതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെയും എന്താണ്? ഇടയന്മാർ നിങ്ങളെ തെറ്റിച്ചതാണ്. അപ്പൊ ഇടയന്മാർ നിങ്ങളെ തെറ്റിക്കുമ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വചനപ്രകാരം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? വചനം വല്ലപ്പോഴും ഒക്കെ വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ ഇടയന്മാർ നിങ്ങളെ എത്തരത്തിൽ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാനിയേലിനോട് പറഞ്ഞത്, എന്ത് ചെയ്യണം? നീ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റ് വരും എന്ന് അവിടെ കാണുന്നു. അപ്പം ഓഹരി ലഭിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് വരുമെന്നാണ് ദാനിയേലിനോട് പറഞ്ഞത്. അപ്പം ദാനിയേൽ അത്രയ്ക്ക് വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. പഴയ നിയമത്തിൽ വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ നോക്കി അങ്ങനെ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇവരെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരാരും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കന്യാമറിയത്തിലൂടെ വലിയ കാര്യമായി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, കാരണം നമുക്ക് പിതാവിനോട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് മാതാവ് വഴിയെ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെന്തൊരു മറുപടിയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം കർത്താവിന്റെ സന്നിധിയിൽ ആബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചവർക്ക് എന്താണ്, കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞാൽ തന്റെ മകനാണ് മകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർച്ചയായും അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാണ്, അല്ലെ? അവനൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, അവൻ ഏക മധ്യസ്ഥനാണ്. നമുക്ക് മറ്റൊരു മധ്യസ്ഥൻ ഇതിനിടയിൽ ആവശ്യമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു ഏക മധ്യസ്ഥനായിരിക്കുമ്പോൾ, അല്ലെ, അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. കാരണം പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. കാരണം കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ്. പക്ഷെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നിങ്ങൾ അവന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യുന്നതാണ്? കൈക്കൊള്ളുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ നമുക്ക് ലഭിക്കുന്നത്, അല്ലാതെ മധ്യസ്ഥന്മാരിൽ കൂടിയല്ല. മധ്യസ്ഥൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല? രക്ഷ പകർന്നു തരികയില്ല. അതാണ് മധ്യസ്ഥന്റെ ഒരു പ്രത്യേകത, അല്ലേ? ഇതൊക്കെ എന്ത് ചെയ്യുന്ന, മരിച്ചവരെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ നടത്താറുണ്ട്, അല്ലെ? 40 നടത്തുന്നു. അതായത് എന്താണ്, ആത്മശാന്തിക്കായിട്ട് എന്താണ്, ഇതെല്ലാം കർമ്മങ്ങൾ മാത്രമാണ്. കർത്താവിന്റെ മാർഗം ഒരിക്കലും കർമ്മമാർഗമല്ല, അതൊരു വിശ്വാസ മാർഗമാണ്. ആ മാർഗം സ്വീകരിക്കാതെ നിങ്ങൾ ഒരു കാലത്തും എന്ത് ചെയ്യത്തില്ല? കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ചിന്തയാണ്. നിങ്ങളെ തെറ്റായ ചിന്തകളിലാണ് നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. മതങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതാണ്? കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത്. എല്ലാ മതങ്ങളും കർമ്മങ്ങളിലാണ് വിശ്വസിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വഴിയിലല്ല അവർ വിശ്വസിക്കുന്നത്, അല്ലെ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ വഴിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതൊരു വിശ്വാസ മാർഗമാണ്, അതൊരു കർമ്മമാർഗമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് പറയുന്നതല്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ, അവന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ, അവന്റെ നാമത്തിൽ എന്താണ് വിശ്വസിക്കാതെ ഒന്നും, അല്ലെങ്കിൽ അവന്റെ നാമത്തോട് ചേർന്ന് നിൽക്കാതെ, അല്ലെങ്കിൽ ഏക വഴി, ഏക സത്യ വഴി എന്നുള്ള കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ വഴിയിലൂടെ അല്ലാതെ നിങ്ങൾ ചിന്തിക്കും മറ്റൊരാളിൽ കൂടി നിങ്ങൾക്ക് പോകാൻ കഴിയും, അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള വഴികളാണെന്ന് പറഞ്ഞ ഒരിടയൻ. അപ്പൊ ഈ ഇടയന്മാരെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മളെ കളിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിയാണ് നിങ്ങളെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ദൈവവചനമാണ്. അല്ലാതെ
ആരെങ്കിലും ഒരു ഇടയൻ പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതമാണ് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് മതമാണ് പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ യാക്കോബായ മതമാണ് പ്രധാനപ്പെട്ടത്, ബെന്തിക്കോസ് മതമാണ് പ്രധാനപ്പെട്ടത് എന്ന് അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവവചനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒന്നും എന്തല്ല, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തതൊന്നും എന്തല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്, അല്ലെ? മറ്റൊരു കാര്യമാണ് കുംഭസാരം. കുംഭസാരം, അതായത് കുംഭസാരം പാപങ്ങൾ ഏറ്റു പറയുന്നു, അല്ലെ? കർത്താവ് യേശു ക്രിസ്തുവിന് മുമ്പിൽ പാപം ഏറ്റു പറയാതെ മനുഷ്യന് മുമ്പിൽ പാപം ഏറ്റു പറയുക. അങ്ങനെ പാപം ഏറ്റു പറയുന്ന ആ രീതി, അതായത് ഒരു കുംഭസാരക്കൂടിന് മുമ്പിൽ നിന്ന് പാപം എല്ലാം ഏറ്റു പറയുന്നു. അതായത് മതത്തിന്റെ നേതാവ് ഇരിക്കുന്നു. അപ്പൊ ആ മതത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ആ ഇടയൻ പറയുകയാണ് പാപം മോചിക്കുവാൻ അവർക്കുള്ള അധികാരം. പാപം മോചിക്കാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? യേശു കർത്താവിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച്, അവന്റെ നാമത്തിൽ മാനസാന്തരപ്പെട്ട്, അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലാതെ ഒരു രക്ഷയും ഈ ലോകത്തില്ല. ഒരു കുമ്പസാരക്കൂടിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഞാൻ ഈ ലോകത്ത് ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അത് രഹസ്യമായി വെക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് രഹസ്യമായി വെക്കുന്നതല്ല, അതൊരിക്കലും അങ്ങനെയല്ല അതിന്റെ രീതികൾ എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപങ്ങൾ മോചിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പാപം മോചിച്ചു കിട്ടത്തുള്ളൂ. ഒരു ഇടയൻ ഒരിക്കലും പാപങ്ങൾ മോചിക്കുവാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഓരോരുത്തരും ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ, അല്ലെ? അപ്പോ അവിടെ നമ്മൾ കാണുന്ന വാക്യം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ്? അവിടെ ഒരു കുമ്പസാരമുണ്ട് എന്നുള്ള കാര്യമാണ്. പാപം മോചിക്കാനുള്ള അധികാരം പത്രോസിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? പത്രോസിലൂടെ അത് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊരാൾ അവകാശപ്പെട്ടാൽ എന്താ? ആരുടെയെങ്കിലും പാപം മോചിക്കപ്പെട്ടതായിട്ട് തെളിയിക്കണം. ഇത്ര വലിയ അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്താണ്? സ്വന്തം പാപം പോലും ഇതുവരെ മോചിക്കാതിരിക്കുന്നത് എന്ത്? മരണാന്തരം പിന്നെയും കർമ്മങ്ങൾ നടത്തുന്നുണ്ട്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമെന്ന് ഒരു പാടുകയാണ്. അപ്പൊ എന്താണ് പ്രിയ സ്നേഹിതരെ? പാപം മോചിക്കാനുള്ള അധികാരം ആർക്കാണ്? ദൈവത്തിന് മാത്രമാണുള്ളത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിലൂടെ പാപമോചനം നമുക്ക് പ്രാപിച്ചെടുക്കാം. അപ്പൊ കുരിശു മരണത്തിൽ വിശ്വസിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം, അല്ലേ? അപ്പം നമ്മള് ഇപ്പൊ വായിച്ച വാക്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? എന്താണ്? തമ്മിൽ ഏറ്റു പറയണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റു, അതായത് രോഗശാന്തിയുടെ ബന്ധത്തിലാണ് അതവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു ഇടയന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് എന്റെ പാപങ്ങൾ മുഴുവൻ തുറന്ന പുസ്തകം പോലെ പറയുക എന്നുള്ളതല്ല അവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അവിടെ എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കി ദൈവവചനത്തിലേക്ക് തിരിയുക. ദൈവവചനം എന്ത് പറയുന്നുവോ അതാണ് സത്യം. അല്ലാതെ ഏതോ ഒരു ഇടയൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മതത്തിലെ ഒരു ഇടയൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതല്ല നമ്മള് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക, അല്ലെ? ദൈവത്തെ അറിയുക, അവന്റെ നാമം എന്താണെന്ന് അറിയുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇതൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ഡ്രസ് കോഡുകളുണ്ട്. ഡ്രസ് കോഡുകളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഡ്രസ് കോഡുകൾ
ഒരു ഡ്രസ് കോഡുകളും നമുക്ക് എന്താ പറയുക, ദൈവവചനത്തിൽ യാതൊരുവിധ ഡ്രസ് കോഡുകളും അവർക്കില്ല. യാതൊരുവിധ ഡ്രസ് കോഡുകളും കർത്താവായ യേശു ക്രിസ്തു ആർക്കും നിയോഗിച്ചിട്ടില്ല, അല്ലെ? ഡ്രസ് കോഡുകൾ, പലതരത്തിലുള്ള ഡ്രസ് കോഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ലോഹ പോലത്തെ വെളുത്ത ഉടുപ്പുകളും, അതുപോലെ തന്നെ കുർബാന ചൊല്ലുവാൻ വേറെ ഉടുപ്പുകളും, ഇങ്ങനെ പല ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഒരിക്കൽ എന്താ പറയാ, അതായത് അതുകൂടാതെ തന്നെ അംശവടി എന്ന് പറയുന്ന, അതായത് അംശവടി എന്ന് പറയുമ്പോൾ, അതായത് ഒരിക്കൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പല തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായപ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ദൈവം തീരുമാനിച്ചു. അതിന്റെ ഫലമായിട്ട് ഒരു അംശവടി, അതായത് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെയും പ്രഭുക്കന്മാരും വടികൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ വെക്കുവാൻ കൽപ്പിച്ചു. അവര് ആരുടെ വടി തളർക്കുന്നുവോ ആ ഗോത്രത്തെ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ജനം മനസ്സിലായിക്കൊള്ളണം. ലേവിയ ഗോത്രത്തിന് വേണ്ടി അഹരോന്റെ വടി വെച്ചത് ജനമെല്ലാം എന്ത് ചെയ്തു? പിരിഞ്ഞുപോയി. ഇത് ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ ഗോത്രപിതാക്കന്മാരുടെ 12 വടികൾ വെച്ചിരുന്നു. അതായത് പിറ്റേന്നാള് മോശ സാക്ഷ്യ കൂടാരത്തിൽ കിടന്നപ്പോൾ ലേവി ഗോത്രത്തിന് അഹരോന്റെ വടി തളിർക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. സംഖ്യ 17:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ തളിർക്കപ്പെട്ട വടി ലേവ്യ ഗോത്രത്തെ അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്നത് ഇത് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ ലേവ്യ പൗരോഹിത്യം ഇന്നില്ലാത്ത ഒരു സംഗതിയാണ്, അല്ലെ? ഇന്ന് അങ്ങനെ ഒരു കാരണം വിശ്വസിക്കുന്ന ഏവർക്കും അവൻ എന്താണ്, രാജകീയ പുരോഹിത വർഗമായിട്ടാണ് കരുതുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്ന ദൈവമക്കൾ രാജകീയ പുരോഹിത വർഗങ്ങളാണ്. അപ്പോ ലേവ്യ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം ഇന്നില്ല. അങ്ങനെയുള്ള പൗരോഹിത്യങ്ങൾ ഇന്നില്ല. ഇന്ന് നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതൻ ആരാണ്? യേശു കർത്താവാണ്, അല്ലെ? യേശു കർത്താവാണ് വലിയിടയൻ. നമ്മളൊക്കെ എന്താണ്, എന്താണ് പറയുക, ചെറിയ പുരോഹിതന്മാരാണ്. അതാണ് പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ എന്താണ്, രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കീഴിലുള്ള പ്രവാചകന്മാർ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവാചകന്മാരല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്താ പറയുക, താഴെയുള്ള പുരോഹിതന്മാർ എന്ന് പറയുമ്പോൾ രാജകീയ പുരോഹിത വർഗം എന്ന ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ മാറ്റപ്പെടുന്നത്. അപ്പോ നമുക്ക് അതിനകത്ത് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നത് എന്താണ്, പഴയ നിയമത്തിലായിരുന്നു ഈ അഹരോന്യ പൗരോഹിത്യവും അതുപോലെ തന്നെ ലേവ്യ പൗരോഹിത്യവും ഉണ്ടായിരുന്നത്. ആ പൗരോഹിത്യം എല്ലാം എന്ത് ചെയ്തു? അത് അന്നേ അവസാനിച്ചതായിരുന്നു, അല്ലെ? അഹരോന്യ പൗരോഹിത്യവും ലേവ്യ പൗരോഹിത്യവും ഒക്കെ അന്നേ അവസാനിച്ചതാണ്. അപ്പൊ അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇസ്രായേലിന്റെ യാതൊരുവിധ പൗരോഹിത്യവുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോ അതിനുവേണ്ടി ഞാൻ യാക്കോബ സഭയുടെ ചരിത്രത്തിൽ ഞാൻ പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പത്രോസ് എല്ലാവർക്കും എന്ത് ചെയ്തു? പുരോഹിതരാകാനുള്ള ഡ്രസ് കോഡ് കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം അന്ത്യോക്യയിൽ പോയാണ് പത്രോസ് അത് കൊടുത്തെന്നാണ് അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമോ ദൈവവചനത്തിലില്ല. കാരണം പത്രോസ് അല്ല അന്ത്യോക്യയിൽ പോയത്, അല്ലേ? അന്ത്യോക്യയിൽ മറ്റു ശിഷ്യന്മാര് പോയത്. അവർ പോയിട്ട് അവിടെ കർത്താവിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞ് തിരിച്ചു വന്ന പത്രോസിനോട് അവിടുത്തെ വിവരങ്ങൾ അറിയിച്ചതായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അല്ലെ, പത്രോസ് അന്ത്യോക്യ ചെന്നതായിട്ട് യാതൊരു തെളിവുകളും ദൈവവചനത്തിലില്ല. ഇല്ലാതെ അവർ തന്നെ പറയുന്നു, പത്രോസ് നേരിട്ട് ചെന്ന് അന്ത്യോക്യയിൽ ചെന്ന് എന്ത് ചെയ്തു? ഡ്രസ് കോഡൊക്കെ കൊടുത്ത് രാജകീയ എന്താ പറയാ, അവർക്ക് പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ശുശ്രൂഷ സഭയിൽ കാണുന്നില്ല. അതായത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ എന്ന ഉപദേഷ്ടാക്കന്മാർ എന്ന നിലയിലാണ് സഭ പണിയപ്പെടുന്നത്. അങ്ങനെയാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പുരോഹിതൻ എന്നൊരു വർഗം കാണുന്നതേ ഇല്ല. കാരണം പുരോഹിതൻ ഉണ്ടെങ്കിൽ അത് ഏതാണ്? രാജകീയ പുരോഹിത വർഗമേ ഉള്ളൂ എന്നാണ് പത്രോസ് പറയുന്നത്. പത്രോസിന്റെ അഭിപ്രായത്തിൽ രാജകീയ പുരോഹിത വർഗമേ ഉള്ളൂ.
അല്ലാതെ ഡ്രസ് കോഡുള്ള പുരോഹിതന്മാർ ഇല്ല. ഇതൊക്കെ എന്ത് ചെയ്തേക്കുന്നതാണ്? വെറുതെ എന്ത് ചെയ്തേക്കാണ്? മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റിക്കുവാനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താ പറയുക, ഒരു ദൈവവചനത്തിൽ ഇല്ലാത്ത ചില തെറ്റുകൾ അല്ലെങ്കിൽ മ്ലേച്ഛപരമായ സത്യങ്ങൾ മാത്രമാണ് ഇവയെന്ന് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. ഇതിലെ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധിച്ചു കഴിഞ്ഞ സ്വതന്ത്രം മാനവും മഹത്വപ്പിച്ചിനെടുക്കല്ല യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം.